ഇന്ന് ഓഗസ്റ്റ് 17 8 OTT റിലീസ് അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ഒരുപാട് നാളുകളായിട്ട് കൽക്കിയുടെ OTT റിലീസ് സ്ഥിതി പ്രഖ്യാപനത്തിനായിട്ട് ഒരുപാട് പ്രേക്ഷകർ കാത്തിരിപ്പിലായിരുന്നുവല്ലോ. ഇന്നിപ്പോഴത്തെ ആമസോൺ പ്രൈമിന്റെ ഭാഗത്ത് നിന്ന് ഒഫീഷ്യൽ റിലീസ് സ്ഥിതി പ്രഖ്യാപനം ട്രെയിലർ എല്ലാം തന്നെ വന്നിരിക്കുകയാണ്. നേരത്തെ റൂമേഴ്സ് ഉണ്ടായിരുന്നത് പോലെ ഓഗസ്റ്റ് 23-നല്ല, അതിനും ഒരു ദിവസം മുന്നേ ഓഗസ്റ്റ് 22-ാം തീയതി ആമസോൺ പ്രൈമിലൂടെ സിനിമ OTT റിലീസ് ചെയ്യും. മലയാളം, തമിഴ്, തെലുഗു, കന്നഡ ഭാഷകളിൽ ലഭ്യമാകുമെന്ന് ഒഫീഷ്യൽ പോസ്റ്ററിൽ നിന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ കാത്തിരിക്കാം പ്രഭാസ് സിനിമയുടെ OTT റിലീസിനായിട്ട്. രണ്ടാമത്തേത് ഹിന്ദിയിൽ നിന്നുള്ള ടിക്ടം എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ചിത്രത്തിന്റെ ട്രെയിലർ ഇന്ന് റിലീസ് ആയിരിക്കുകയാണ്. ജിയോയിലൂടെ വരുന്ന ഓഗസ്റ്റ് 23-ന് സിനിമ OTT റിലീസ് ചെയ്യുന്നതാണ്. ഇന്ന് OTT റിലീസ് ചെയ്തിരിക്കുകയാണ് ദി യൂണിയൻ എന്ന സിനിമ. നെറ്റ്ഫ്ലിക്സിലൂടെ ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുഗു ഭാഷകളിൽ സിനിമ ലഭ്യമാണ് എന്ന് പ്രത്യേകം പ്രേക്ഷകരെ അറിയിച്ചുകൊള്ളട്ടെ. കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ നല്ല നിലാവുള്ള രാത്രി എന്ന സിനിമയുടെ തെലുഗു ഡബ്ബാണ് കാളരാത്രി. സിനിമ ഇപ്പോഴത്തെ തെലുഗു OTT പ്ലാറ്റ്ഫോമിലൂടെ തെലുഗു ഭാഷയിൽ മാത്രം റിലീസ് ചെയ്തിരിക്കുകയാണ്. നേരത്തെ ജൂൺ മാസം തിയേറ്ററുകളിലേക്ക് എത്തി പരാജയപ്പെട്ട മലയാളം സിനിമയാണല്ലോ ഗർ. ഒരു കോമഡി, ഫാമിലി, ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ കൂടിയായ ഗർ എന്ന സിനിമ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ഈ വരുന്ന ആഴ്ച OTT റിലീസ് ചെയ്യുകയാണ്. ഓഗസ്റ്റ് 20-ന് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ പാനന്ത്യൻ ഭാഷകളിൽ സിനിമ ലഭ്യമാകും. മൂഞ്ചിയ എന്ന സിനിമയുടെ OTT റിലീസിനായിട്ട് ഒരുപാട് പ്രേക്ഷകർ കാത്തിരിപ്പിലാണല്ലോ. ഇപ്പോൾ തിയേറ്ററുകളിൽ ഓടുന്ന സ്ത്രീ 2, ബേഡിയ, സ്ത്രീ തുടങ്ങിയ സിനിമകളുടെ എല്ലാം തന്നെ യൂണിവേഴ്സിൽ പെടുന്ന ഹൊറർ ത്രില്ലർ വിജയിച്ച സിനിമയാണ് മൂഞ്ചിയ. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയ സിനിമ ഇപ്പോഴത്തെ ടെലിവിഷൻ പ്രീമിയറിന് ശേഷം മാത്രമേ OTT റിലീസ് ചെയ്യുകയുള്ളൂ. ഈ വരുന്ന ഓഗസ്റ്റ് 24-ാം തീയതി രാത്രി 8 മണിക്ക് സ്റ്റാർ ഗോൾഡ് ചാനലിലെ സിനിമയുടെ ടെലിവിഷൻ പ്രീമിയർ ആണ്. അതിനുശേഷം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ സിനിമ റിലീസ് ചെയ്യുന്നതാണ്. ഏഴാമത്തേത് ഒരുപാട് പ്രേക്ഷകർ പലപ്പോഴും ചോദിക്കാറുള്ള രാമചന്ദ്ര ബോസ് ആൻഡ് കോ എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഈ ഓഗസ്റ്റ് 24-ാം തീയതി സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയിട്ട് ഒരു വർഷം തികയുകയാണ്. കഴിഞ്ഞ ഓണക്കാലത്ത് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയുടെ OTT അവകാശങ്ങൾ ജിയോ സിനിമ സ്വന്തമാക്കിയെന്നാണ് സമീപകാലത്ത് ലിസ്റ്റൻ സ്റ്റീഫൻ അഭിമുഖത്തിൽ പറഞ്ഞത്. എന്നാൽ ജിയോ സിനിമാസ് മലയാളം സിനിമകൾ ലോഞ്ച് ചെയ്യാത്തത് കൊണ്ടാണ് സിനിമയുടെ OTT റിലീസ് ഇനിയും വൈകുന്നത്. ഈ വർഷം അവസാനത്തോടെ ലോഞ്ച് നടക്കുമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. ഇപ്പോഴത്തെ രാമചന്ദ്ര ബോസ് ആൻഡ് കോ മാത്രമല്ല, ജിയോ സിനിമ സ്വന്തമാക്കിയ മറ്റൊരു മലയാളം സിനിമ വേല ആണ് എന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ ഇനിയും OTT റിലീസ് ചെയ്തിട്ടില്ല. ചിത്രവും ജിയോയുടെ സിനിമയാണ് നിലവിൽ. എന്തായാലും കാത്തിരിക്കാം വേലയുടെയും രാമചന്ദ്ര ബോസ് ആൻഡ് കോയുടെയും ജിയോ സിനിമയിലൂടെയുള്ള OTT റിലീസിനായിട്ട്.